ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടണോ? അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ബ്രേക്കിലേക്ക് വരേണ്ടതായിട്ട് ഉണ്ടോ? ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് വളവും അതുപോലെ തന്നെ ചെറിയ ഇറക്കത്തിലൂടെ ഡ്രൈവ് ചെയ്താൽ മതിയോ? ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് നിങ്ങളെ മുന്നോട്ട് പോകുന്ന ഈ റോഡ് അനുസരിച്ച് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓരോ വളവും ഓരോ ഇറക്കങ്ങളിലും വരുമ്പോൾ ഞാൻ എന്താണ് ക്ലച്ചിലും ബ്രേക്കിലും ചെയ്യുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റും ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. വളവിലും ഇറക്കത്തിലും എന്താണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വരണോ, അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അങ്ങനെ അതൊന്ന് എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഞാൻ നേരത്തെ ചെയ്തിട്ട വീഡിയോകളുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ബ്രേക്കേലും ക്ലച്ചേലും വരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വാഹനത്തെ നീക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്തു. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിൽ വരുന്നു. നമ്മൾ വാഹനത്തെ നീക്കാനായിട്ട് ഹാഫ് ക്ലച്ച് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് കാലയച്ചു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് കയറുന്നത്. ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് മിറർ നോക്കി പതിയെ റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വരുന്നു. ഓക്കെ, എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി വളവിലും ഇറക്കത്തിലുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, ഇപ്പം വീണ്ടും വണ്ടിക്ക് ഞാനൊരു മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്കാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലിട്ടു, ക്ലച്ചെ നയിച്ചു, ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്. ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, മുന്നിലൊരു വളവുണ്ട്, ചെറിയൊരു വളവാണ്. അപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് വരുന്നത്. അപ്പോൾ ഈ വളവ് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിത് ബ്രേക്കിൽ വന്ന് പതിയെ ഈ വളവ് നമുക്കിങ്ങനെ സൈഡ് ചേർന്ന് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടോ, ചെറിയ വളവാണ്, വീതിയുള്ള റോഡാണെങ്കിൽ ബ്രേക്കിൽ വന്ന് പതിയെ ഈ സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ ഉപയോഗം മാത്രം മതി. എന്നാൽ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ തേർഡ് ഗിയറിൽ പോകുമ്പോൾ വണ്ടി പോകാനായിട്ടുള്ള മടി കാണിച്ചിട്ട് വണ്ടി ഓഫ് ആവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടിയിട്ട് ഒരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ തേർഡിലാണെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു. ഇവിടെ എൻ്റെ കാല് ബ്രേക്കിലാണ് നിൽക്കുന്നത്, നിങ്ങൾ നോക്കിക്കേ. എന്നിട്ട് ഞാൻ എൻ്റെ ഇടത്തെ കാല് ഇപ്പോൾ പതിയെ എടുത്ത് ക്ലച്ചിലേക്ക് വെച്ചേക്കാണ്. കാരണം ഈ വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ക്ലച്ച് ചവിട്ടി താത്ത് കൊടുത്തിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് ഇട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും. കാരണം തേർഡ് ഗിയറിൽ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഗിയറിൽ ഒരു വളവും മുന്നിലേക്ക് ഇതുപോലെ ഒരു കയറ്റവുമായതുകൊണ്ട് വണ്ടി കയറി പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ബ്രേക്കേലും ക്ലച്ചേലും ഒന്ന് വന്ന് റെഡിയായിട്ട് നിന്ന് ആ വളവൊന്ന് തിരിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ വളവ് തിരിഞ്ഞാൽ ആ കയറ്റം കയറും. അതിനാണ് ഞാൻ ക്ലച്ചിലേക്ക് വന്നേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ചെറിയൊരു വളവുണ്ട്. ഈ വളവിൽ എൻ്റെ കാലിരിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ബ്രേക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഓക്കെ, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചെറിയ വളവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് മാത്രം മതി, ക്ലച്ചിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യമില്ല. കാരണം ഒരു റോഡിൽ ഓടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വളവുകളിലാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ബ്രേക്കിൻ്റെ മാത്രം ഉപയോഗം വന്നാൽ മതി. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ട് വരും. അതെപ്പോഴാണ്? ഇനി നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട ചില വളവുകളുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ അടുത്തൊരു ഉദാഹരണം മറ്റൊരു റോഡിലാണ് നിങ്ങളെ കാണിക്കുന്നത്, ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ റോഡിൽ ഇങ്ങോട്ട് തിരിഞ്ഞു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവാണ്. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ മുന്നമേ കാണാൻ പറ്റാത്ത ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ചും കൂടി ചവിട്ടി കൊടുക്കുന്നു. കാരണം ഇവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണത്തില്ല, ഇറക്കം കൂടിയ റോഡാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുകയാണെങ്കിൽ നമ്മളുടെ വേഗത കൺട്രോൾ ചെയ്ത് നമുക്ക് ചില വളവുകൾ എടുക്കാം. അതായത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്ത ചെറിയതും വലിയതുമായിട്ടുള്ള വളവുകളുണ്ട്. നമ്മൾ വളവ് നോക്കുമ്പോൾ കുഞ്ഞു വളവേ കാണത്തുള്ളൂ, പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമുക്ക് കാണാൻ പറ്റാത്ത
സ്പേസുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വരേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ നിങ്ങളിങ്ങനെ നോക്കുക, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വളവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചിലേക്കും കൂടെ കാല് വന്ന് ഫുൾ ക്ലച്ച് ഔട്ടിയേക്കാണ്. കാരണം വീതി കുറഞ്ഞൊരു റോഡും ഇതേ ഒരു വളവുമാണ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചും കൊണ്ട് ചവിട്ടി കൊടുക്കുന്നു. എന്നിട്ട് സ്ലോ ആയതിനു ശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പിന്നെ നമ്മൾ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഇനി ഇവിടെ മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു വളവ് വരുവാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് തേർഡ് ഗിയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് തേർഡ് ഗിയർ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. സെക്കൻഡ് ഗിയർ കൊടുക്കണം. സെക്കൻഡ് ഗിയർ കൊടുത്ത് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് നമുക്ക് ഇവിടെ തിരിയാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ നോക്കുക, നല്ലൊരു വളവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്യുകയാണ്. കൺട്രോൾ ചെയ്തിട്ട് ഈ സൈഡിലുള്ള സ്പേസും കൂടെ ഞാൻ എടുക്കുകയാണ്. എന്തുകൊണ്ട്, ഇവിടെ ഈ റോഡിന് വീതി കുറവാണ്. നോക്കുക, അപ്പോൾ എന്ത് ചെയ്യണം, പരമാവധി എനിക്ക് ഇടത്തെ സൈഡ് ചേർന്ന് പോകാനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്നു. കണ്ടോ, ഇതുപോലെ എന്ത് വണ്ടികളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പരമാവധി ഇടത് ചേർന്ന് പോകാം. ദേ കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ നടുഭാഗത്തേക്ക് നമ്മളുടെ വാഹനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്നത്. ഇപ്പോൾ നിങ്ങളെ വീണ്ടും മറ്റൊരു വളവ് കാണിക്കാം. നിങ്ങൾ നോക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഇങ്ങോട്ട് തിരിയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കാല് ക്ലച്ചിലുണ്ട്, ബ്രേക്കിലുണ്ട്. ഇവിടുന്ന് ഞാൻ ബ്രേക്ക് അയക്കുമ്പോൾ ഇതേ വാഹനം നീങ്ങുന്നുണ്ട്. കണ്ടോ, ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് അയക്കുമ്പോൾ എനിക്കിത് ഇങ്ങനെ വാഹനത്തെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് ഇത്തരത്തിലുള്ള വളവുകൾ ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, കണ്ടോ, ഇങ്ങനെ എടുത്തു. എന്നിട്ട് റോഡിൻ്റെ കറക്റ്റ് ഇടത്തെ സൈഡിൽ വന്നു, സ്റ്റിയറിംഗ് ബാലൻസ് ഒന്ന് നേരെയാക്കുന്നു. എന്നിട്ട് അടുത്തൊരു ഗിയർ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് വീണ്ടും ബ്രേക്ക് ചെയ്താണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വളവുകളിൽ, അതായത് നല്ല വീതി കുറഞ്ഞ റോഡായിക്കോട്ടെ, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്ത സ്പേസുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫുൾ ക്ലച്ച് വന്ന് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഞാനിത് ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ഒരു സംശയമാണ്, ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുണ്ടോ? ഞാൻ അതിനുള്ള ഒരു ഉത്തരം വളരെ ലളിതമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമുക്ക് ഈ ഇറക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര തരത്തിലുള്ള ഇറക്കങ്ങളുണ്ട്. അതായത് നല്ല കുത്തനെയുള്ള ഇറക്കമുണ്ട്, അതായത് നല്ല കുഴികളോട് കൂടിയ തരത്തിലുള്ള ഇറക്കങ്ങൾ, ഒരു മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള ഇറക്കങ്ങൾ. അങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ബ്രേക്കിലും ഫസ്റ്റ് ഗിയറിലുമായിരിക്കണം നമ്മൾ വാഹനവുമായിട്ട് വരേണ്ടത്. അതായത് ഫസ്റ്റ് ഗിയറും ബ്രേക്കുമാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ക്ലച്ച് യൂസ് ചെയ്യാനേ പാടില്ല. ഫസ്റ്റ് ഗിയറും ബ്രേക്കും കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനം പതിയെ അനങ്ങിയായിരിക്കും പോകുന്നത്. അപ്പം ഒരു കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കുറവായിരിക്കും. അനങ്ങി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഫസ്റ്റ് ഗിയറിൽ വാഹനത്തെ ഇറക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, വണ്ടി നിർത്തുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ഓടണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഒരു കുത്തനെയുള്ള ഇറക്കമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ചെറിയ ഇറക്കമാണ്, ഇറക്കമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യാൻ അയക്കുന്നു. എന്നിട്ട് ഇതേ ക്ലച്ചിലേക്ക് വന്നു. ഇതേ ഫസ്റ്റ് ഗിയറിൽ വരുമ്പോൾ ഇതുകൊണ്ട് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല, ഇതുപോലെ പതുക്കെ നീങ്ങും. അതുകൊണ്ട് ഇത്രയും പതിയെ നമ്മുടെ വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലച്ച് ചവിട്ടിയാലും വണ്ടിയുടെ വേഗത കൂടത്തില്ല. എന്തുകൊണ്ട്, നമ്മൾ പതിയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ബ്രേക്കിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പതിയെ ബ്രേക്ക് ചെയ്താൽ തന്നെ ബ്രേക്കും ക്ലച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിൽക്കും. അപ്പം ഇറക്കത്തിറങ്ങി വരുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ടതായിട്ടില്ല. കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് അയച്ച് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങിയാൽ മതി. നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇറക്കങ്ങൾ ഇറങ്ങുമ്പോഴും ക്ലച്ച് ചവിട്ടേണ്ടതായിട്ട് വരും. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുന്നു, അല്ലെങ്കിൽ വീതി കുറഞ്ഞ ഒരു റോഡാണ്, ഒരു ഇറക്കം ഇറങ്ങി വരുവാണ്, ഓപ്പോസിറ്റ് ഒരു ബസ്സോ ലോറി പോലെയുള്ള ഒരു വണ്ടി വരുന്നു. അപ്പോൾ നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കും. എത്രത്തോളം സ്ലോ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചായിരിക്കും ഇറങ്ങുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്രേക്ക് റോഡിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, നമ്മുടെ വാഹനം മാത്രമേ ഉള്ളൂ, ഇറങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ നമ്മളോട് വാഹനം പോകാനായിട്ടുള്ള സ്പീഡ് കുറഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് ഒരു വാഹനം കയറി വരികയോ അങ്ങനെ എന്ത് സാഹചര്യം വന്നാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ചവിട്ടി വാഹനത്തെ സ്ലോ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭിച്ചുവെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.